സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും പോലെ തന്നെ മറ്റൊരു മാഫിയായി വാഹന കള്ളക്കടത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും അതിന് ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞെന്നുമാണ് കസ്റ്റംസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ദുൽഖറിന്റെ വാഹന ശേഖരത്തിൽ നിന്നും 2 വാഹനങ്ങളാണ് ഇതുപോലെ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ സിനിമാ നടന്മാർ കാറ് വാങ്ങിയത് ഇത് മോഷണ വാഹനമാണെന്നോ അല്ലെങ്കിൽ കള്ളക്കടത്ത് വാഹനമാണെന്നോ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ മാത്രമേ അവർക്കെതിരെ കേസെടുക്കാൻ കഴിയൂ. ദുൽഖർ സൽമാനെ പോലെയുള്ളവർ ആ പഴുത് ഉപയോഗിച്ച് രക്ഷപ്പെട്ടേക്കും, അല്ലെങ്കിൽ ദുൽഖറിനെ ജയിലിലടയ്ക്കാൻ വകുപ്പുണ്ടെന്നാണ് കസ്റ്റംസ് വൃത്തങ്ങൾ നൽകുന്നത്. ഷാജാൻ, നീ ഒന്നാമത്തെ കേസ് മനസ്സിലാക്കേണ്ടത് നിന്നെ പോലെ റോഡിൽ കിടന്ന് ഓട അടികൊള്ളുന്ന പാരമ്പര്യത്തിൽ പെടുന്നതല്ല. 2ാമത്തെ കേസ് നിന്നെ പോലൊരു വാടക മുറി 2 കമ്പ്യൂട്ടർ ഒരു പിങ്ക് ഷർട്ടും കൂടി ജീവിച്ച് പോകുന്നവനല്ല ദുൽഖർ സൽമാൻ. അതുകൊണ്ട് നീ വലിയ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യണ്ട. അതിനുള്ള ഒരു യോഗ്യത നിനക്കില്ലെന്ന് നിന്നെ കൂട്ടിക്കും. നീ ഒരു മഞ്ഞ പത്രക്കാരനാണ്, അത് നീ പലപ്പോഴും മറക്കുന്നുണ്ട്. നിനക്ക് അറിയാന്നുള്ള പണി എന്താണ്? ആകപ്പാട് അറിയാന്നുള്ള ചൊറിച്ചിലാണ്. അത് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതിന് നിനക്ക് വേഷ കിട്ടുന്നുമുണ്ട്. ആരെങ്കിലും പൂര പൊക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മതിൽ ചാടുന്നുണ്ടോ? ആ വക രീതിയിലുള്ള ന്യൂസൊക്കെ മാത്രം നീ കവറേജ് ചെയ്തു.